നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ബഷീറാണ് തവക്കൽ പ്രോപ്പർട്ടീസിൽ നിന്ന്. ഈ കാണുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ പന്നിയങ്കര ഭാഗമാണ് കേട്ടോ. പന്നിയങ്കര ടോള് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും പരിചിതമായിട്ടുള്ള ഒരു ടോൾ ബൂത്താണ്. അപ്പോൾ നമ്മുടെ ഈ ഹൈവേയിൽ നിന്ന്, ഈ നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് എല്ലാ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യമുള്ളൊരു ഭാഗത്ത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു അതിൻ്റെ ഒരു ഗോഡൗണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗോഡൗണിൻ്റെയൊക്കെ പരിസരത്തായിട്ട് 14.5 സെൻറ്റ് പറമ്പ് റോഡ് സൈഡിൽ തന്നെയാണ്, പഞ്ചായത്ത് റോഡ് സൈഡാണ് കേട്ടോ. 14.5 സെൻറ്റ് പറമ്പും അതിൽ ഒരു 1050 സ്ക്വയർ ഫീറ്റ് 3 വർഷം പഴക്കമുള്ളൊരു വീടും ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. ബസ് പോകുന്ന റൂട്ടിൽ നിന്ന് ഏകദേശം ജസ്റ്റ് ഒരു 100-150 മീറ്റർ ദൂരം മാത്രമാണ് ഈ ആ ഒരു ഗോഡൗൺ കാണിച്ചില്ലേ, അപ്പോൾ അവിടെ നിന്ന് അത് ബസ് റൂട്ടാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 100-150 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലായതിന് ശേഷം വിളിക്കുക. ഈ പ്രോപ്പർട്ടിക്ക് ഈ 14.5 സെൻറ്റും ഈ 1050 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില, ഇതിൻ്റെ കട്ട്ള പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ പണികളും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കയറി താമസിച്ചിരിക്കുന്നു. അതിൽ ഈ ജനലും ഫ്രണ്ടിലുള്ള ഈ ജനലും കട്ട്ളയൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പണി കുറച്ച് ബാക്കിയുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള പണികളൊക്കെ ഫിനിഷ് ചെയ്താണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില 33.5 ലക്ഷം രൂപയാണ് ഈ 14.5 സെൻറ്റിനും ഈ വീടിനും കൂടെ. ഉണ്ടോ, നിലത്തൊക്കെ നല്ല 4x2 ടൈലാണ്. ഇത് ഗ്രാനൈറ്റ് അല്ല, ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഒരു 3 വർഷം അത്ര മാത്രം ഈ വീടിന് പഴക്കമുള്ളൂ കേട്ടോ. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത്. ഇതിൽ 3 ബെഡ്റൂം ഉണ്ട്. അതിൽ 2 എണ്ണം അറ്റാച്ച്ഡും പിന്നെ ഒരെണ്ണം കോമൺ ആയിട്ട് വീടിൻ്റെ പുറകിലുമാണ്. വീടിൻ്റെ പുറകിൽ അടുക്കള കഴിഞ്ഞിട്ട് ഒരു വർക്ക് ഏരിയ ഇവർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ മേൽക്കൂര, അതായത് ഷീറ്റ് വെച്ച് ആസ്പെറ്റോസ് ഷീറ്റോ അല്ലെങ്കിൽ സാധാ തകരം ഇരുമ്പ് ഷീറ്റൊക്കെ വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റൂഫ് അതുവരേക്കുള്ള പണി എത്തിയിട്ടുണ്ട്. ചുമര് കെട്ടി പൊക്കിയിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ നമുക്കതിൽ 1-2 ഭാഗത്ത് ചെറിയ ഗ്രില്ലും ജനൽ അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ പണി ബാക്കിയുണ്ട്. അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമാണ്. അതിനകത്ത് അത് ഉപയോഗമില്ല. അത് അതിനകത്ത് ഒരു വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നു. പിന്നെ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ഉണ്ട്. അത് കൂടാതെയാണ് ഈ കോമൺ. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഈ ചാനൽ മറക്കാതെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. കണ്ടോ, ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. 14.5 സെൻറ്റിൽ ഒരു 6 സെൻറ്റോളമാണ് നമുക്ക് വീട് നിൽക്കുന്ന ഭാഗവും പിന്നെ പുറകിലേക്കായിട്ടാണ് സ്ഥലം. അതൊരു സ്റ്റെപ്പാണ്. നമുക്കത് വീഡിയോ, അതൊരു സ്റ്റോർ റൂമാണ് കേട്ടോ. ഇത് അടുക്കളയുടെ ഒരു സ്റ്റോർ റൂമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് വീടിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ ഒരു ഷീറ്റ് ഇറക്കണം. അതുപോലെ ഈ വീടിൻ്റെ പുറകു വശത്ത് അവിടെ ഒരു വർക്ക് ഏരിയ, അതുണ്ടോ, വീഡിയോ നിങ്ങൾ നോക്കിക്കോളും. അതുകൊണ്ട് അടുക്കള. അപ്പോൾ ഇവിടെ ഈ വിറകടുപ്പിനൊക്കെ കത്തിക്കാനായിട്ട് ഞാൻ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ആ മഴ കഴിഞ്ഞ ഉടനെയാണ് വീഡിയോ എടുത്തത്. ഇവിടെ ഒരു ചുറ്റുഭാഗം ചുമര് കെട്ടി പൊക്കി. ഇനിയിപ്പോൾ ഇതിനകത്തൊരു ഷീറ്റ് ഇടേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഇവിടെ നിന്നും, ഈ പാലക്കാട് ജില്ലയുടെ ഇവിടെ നിന്നും തൃശ്ശൂർ ജില്ലയിലേക്ക് അവിടേക്ക് താമസം മാറുന്നത് കൊണ്ടാണ് ഇത് കൊടുക്കാനിട്ടിരിക്കുന്നത്. അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ബാധ്യതകളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം കോമ്പൗണ്ട് കെട്ടാനായിട്ട്, വീടിൻ്റെ അതിർത്തി കോമ്പൗണ്ട് കെട്ടാനായിട്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടി അതൊക്കെ ബെൽറ്റ് വാർത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ഭാഗമൊക്കെ ഞാൻ പറഞ്ഞത്, ഫ്രണ്ടിൽ വേണമെങ്കിൽ ഷീറ്റൊക്കെ ഇട്ട് ഇറക്കി നമുക്ക് വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യമൊക്കെ ആക്കാം. ഇതിനകത്ത് ബോർവെൽ കണക്ഷനാണ് വെള്ളം. അതുകൂടാതെ പഞ്ചായത്തിൻ്റെ പ്രധാനമന്ത്രി ജലജീവൻ മിഷൻ്റെ ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ വെള്ളം ചാലു ആയിട്ടില്ല. നല്ല മഴയായിരുന്നു. ഞാൻ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. മഴ കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പോരായ്മയൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഉണ്ടാവും കേട്ടോ. വീടിൻ്റെ ചുറ്റുഭാഗം നോക്കി കഴിഞ്ഞാൽ നിറയെ വീടുകളുള്ളൊരു ഭാഗമാണ്. നാഷണൽ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത ടൗണാണ് ഈ പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര, അതുപോലെ വടക്കഞ്ചേരി, അങ്ങനെ അടുത്തൊക്കെയുള്ള ടൗണുകൾ അങ്ങനെയൊക്കെയാണ്. ഇതിനകത്ത് അടുത്ത് തന്നെയായിട്ട് നമുക്ക് പള്ളിയും മദ്രസയും അമ്പലവും അതുപോലെ ക്രിസ്ത്യൻ പള്ളിയും സ്കൂൾ സൗകര്യങ്ങളും എല്ലാം. ഇതൊരു വേസ്റ്റ് കുഴിക്ക് എടുത്താണ് കേട്ടോ. ഈ ഡ്രെയിനേജ് എന്ന് പറയും, ഈ പാത്രം കഴുകുമ്പോഴൊക്കെ വരുന്ന വെള്ളം നിറയാനായിട്ട് ഒരു വേസ്റ്റ് കുഴി എടുത്തതാണ്. അത് അപ്പോഴേക്കും മഴ വന്നപ്പോൾ കുഴി ഇടിഞ്ഞു. അതിനകത്ത് റിങ് ഇറക്കിയിട്ടില്ല. അതിൻ്റെ ഒരു പണി ബാക്കിയുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ടാണ് കണ്ടത്. ഇതൊരു സ്റ്റെപ്പ് പോലെ ഇവൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ബാക്കിയുള്ള സ്ഥലം. അപ്പം മൊത്തത്തിൽ ഇതിൽ ഒരു 14.5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഇതിനകത്ത് 6 സെൻറ്റ് വീടും 5.5-6 സെൻറ്റോളം വീടും അതുപോലെ ഈ ഒരു സ്റ്റെപ്പ് വഴി താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-6 തെങ്ങുകളൊക്കെ ഉണ്ട്. തെങ്ങും മാവും പ്ലാവും ഒക്കെ നമുക്ക് കായ്ഫലം കിട്ടുന്ന വൃക്ഷങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട്.
വീടിന് ജസ്റ്റ് ഒരു 3 വർഷത്തെ പഴക്കം മാത്രം. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അത് പ്രത്യേകം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഈ 14 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ ചോദിച്ചത് 33.5 ലക്ഷം രൂപ. വില കുറയോ എന്ന് ചോദിച്ചാൽ വന്നിരുന്ന് കണ്ട് നേരിട്ട് ഉടമസ്ഥനുമായിട്ട് സംസാരിക്കുമ്പോൾ ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസം വരാം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെയും ഈ ഇതുവരെ പണിതിട്ടുള്ള ഈ വീടിൻ്റെയും വില മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം വിലയുള്ളൊരു ഭാഗമാണ്. നിങ്ങൾ വന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം ഹൈവേന്ന് അധികം ദൂരമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം സ്ഥലത്തിന് വിലയുള്ളൊരു ഭാഗമാണ്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴുകി താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഈ ഭാഗത്താണ് ഒരു 8 സെൻറ്റോളം സ്ഥലം കിടക്കുന്നത്. 8.5 സെൻറ്റോളം സ്ഥലം കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതേ ഉണ്ടോ, ഇവിടെ ഒക്കെ മതിൽ കരിങ്കല്ലൊക്കെ കെട്ടി ഉയർത്തി വൃത്തിയായിട്ട് ആ വീട് നിൽക്കുന്ന ഭാഗം കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്നു. ഇതാ ഈ ഒരു പട്ടത്തണ്ട് കുത്തി വെച്ച ഭാഗത്ത് നിന്ന് നേരെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പുറകിൽ കമ്പിവേലിയുണ്ട്, ആ സൈഡിലും കമ്പിവേലിയുണ്ട്. ഈ ഒരു സൈഡ് മാത്രമേ അതിർത്തി ഈ താഴത്ത് കിടക്കുന്ന പറമ്പിലില്ലാത്തുള്ളൂ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. 33.5 ലക്ഷം രൂപയിൽ നിന്ന് ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വില കമ്മിയാക്കി തരാമെന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഏറ്റിട്ടുണ്ട്. അപ്പോൾ വിളിക്കുക, വിളിച്ചതിന് ശേഷം വരിക. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അടുക്കള കൃഷിക്കോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്കൊക്കെ ഒരു ആട് വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു ആട്ടിൻ കൂടെ അടിക്കാനൊക്കെ ആയിട്ട് വീടിൻ്റെ പുറകിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ ഒരു കിണർ കുഴിച്ചിട്ട് കിണർ വെള്ളം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനും ഈ വീടിൻ്റെ പുറകിൽ ഈ സ്ഥലം നമുക്ക് ഉപയോഗപ്പെടുത്തിയെടുക്കാം. എന്തായാലും വിളിക്കുക, വിളിച്ചതിന് ശേഷം വരിക. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാലക്കാട് ജില്ല കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീടുള്ളത് കേട്ടോ. ഹൈവേയിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ദൂരം മാത്രം. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് വരെ ബൈ ബൈ.